PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത AP വിദ്യാർത്ഥി സംഘടന രംഗത്ത് വന്നു. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വിട്ടുകൊടുക്കരുതെന്ന് SSF പറയുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം RSS അജണ്ടയാണ് എന്ന നിലപാടിൽ നിന്ന് പിന്നാക്കം പോയത് വ്യക്തമാക്കണമെന്ന് SSF ഫേസ്ബുക്കിൽ കുറിച്ചു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു. പറയൂ സമീർ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SKN. ഇടതുപക്ഷത്തിന്റെ എക്കാലത്തെയും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് സമസ്ത AP വിഭാഗം എന്നുള്ളതാണ്. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതേ AP വിഭാഗമാണ് സർക്കാരിനെതിരെ ഇപ്പോൾ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവരുടെ വിദ്യാർത്ഥി സംഘടനയായിരിക്കുന്ന SSF ആണ് വിമർശനം ഉന്നയിച്ചത്. വിദ്യാർത്ഥിത്വത്തെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ് SSF വ്യക്തമാക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഈ ദേശീയ വിദ്യാഭ്യാസ നയം RSSന്റെ അജണ്ടയാണ് എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിന്റെ നിലപാട്. ആ നിലപാടിൽ നിന്ന് എന്തുകൊണ്ട് പിന്നോക്കം പോയി എന്നുള്ള കാര്യം പൊതുജനത്തോട് സർക്കാരും തന്നെ ഇടതുപക്ഷവും വ്യക്തമാക്കണമെന്നും SSF ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ നിലവിൽ ഈ വ്യാജമായി കേന്ദ്ര സർക്കാർ നിലവിൽ വ്യാജമായി കൊണ്ട് തന്നെ ചരിത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഈ ഒരു പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് എന്നുള്ളത് ആത്മഹത്യാപരമാണ് എന്നും SSF വിമർശിക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പൊതുജനങ്ങളും വിദ്യാർത്ഥികളും പ്രതീക്ഷിക്കുന്നത് ഇത്തരം ഒരു നിലപാടെല്ലാം കുറച്ചുകൂടി ജനാധിപത്യപരമായ പൊതുനിരപേക്ഷപരമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ ഇടതുപക്ഷവും സ്വീകരിക്കേണ്ടത് എന്നും SSF ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.